ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ലൈനിങ് സ്ലീവിന്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ബോഡി പാർട്ട് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ബാക്ക് പാർട്ട്, ബോഡി പാർട്ടിന്റെ ബാക്ക് പാർട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ 1/2 ഇഞ്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം 1/4 ഇഞ്ച് നീക്കി ഇങ്ങനെ ആം റൗണ്ട്, ബോഡി പാർട്ടിന്റെ ആം റൗണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിനും ഒന്ന് അളന്ന് നോക്കണം. നമ്മൾ 1-2 പ്രാവശ്യം ഒന്ന് അളന്ന് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കണം. ഇവിടെ ഞാനിപ്പോൾ ഇത് കണ്ടില്ലേ, 1/4 ഇഞ്ച് ചുറ്റിനും വിട്ട് നമ്മൾ അളന്ന് നോക്കുവാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ നോർമൽ സ്ലീവ് കട്ട് ചെയ്യുമ്പോഴും അളന്ന് നോക്കുന്നത്. ഇവിടെ നമുക്ക് ആം റൗണ്ട് 9 ഇഞ്ചാണ് കിട്ടിയേക്കുന്നത്. അത് നമ്മൾ ഓർത്ത് വെച്ചേക്കണം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ബോഡി പാർട്ട് എല്ലാം കട്ട് ചെയ്തതിന്റെ മിച്ചം വന്ന ക്ലോത്ത് ഉപയോഗിച്ചാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ബോഡി പാർട്ടാണല്ലോ കട്ട് ചെയ്യുന്നത്, അതിനുശേഷം ആണല്ലോ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്തിനെ ഇവിടെ നമ്മൾ ആദ്യം രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടെടുത്തിട്ടുണ്ട്. ഒരുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഓപ്പൺ സൈഡാണ് വന്നേക്കുന്നത്, ഇവിടെ ഫോൾഡ് വശമാണ്. വീണ്ടും ആ ഫോൾഡ് വശത്തിന് ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ മടക്കിയിട്ടെടുക്കുവാണ്. അങ്ങനെയാണ് നമ്മൾ സ്ലീവിനെ മടക്കിയിട്ടെടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഫോൾഡ് വശം എൻ്റെ നേർക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഫോൾഡ് വശമാണ്, ഓപ്പോസിറ്റ് സൈഡ് ഓപ്പൺ സൈഡാണ്. ഇവിടെ ഒരു ഫോൾഡ് വരും, നമ്മൾ പിന്നീട് 2 പീസ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇനി നമുക്ക് സ്ലീവ് ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ലൈനിങ് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ സ്ലീവ് ലെങ്ത് എത്രയാണോ, ഇവിടെ 10.5 ഇഞ്ചാണ്, അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 11.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നാൽ നോർമൽ ലൈനിങ് അല്ലാത്ത സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ 10.5 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ചാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ 12 ഇഞ്ച് ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ലൈനിങ് സ്ലീവ് ആയതുകൊണ്ട് നമ്മൾ 10.5 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 11.5 ഇഞ്ച് ലെങ്ത് ഇവിടെ ആയിട്ട് ആ മടക്ക് വശത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടില്ലേ, ഇവിടെ നമ്മൾ ആ മടക്ക് വശത്ത് 11.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ താഴ്വശത്തും നീക്കി 11.5 ഇഞ്ച് കറക്റ്റ് ആ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 11.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാവുന്നതാണ്. നമുക്ക് മാർക്ക് ചെയ്ത 11.5 ഇഞ്ച് പോയിന്റും കൂടെ ചേർത്ത് നമ്മൾ അവിടെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ലൈനിലായിട്ട് നമ്മൾ ആം റൗണ്ട് അളന്നെടുത്തല്ലോ ബോഡി പാർട്ടിൽ നിന്ന്. എനിക്ക് 9 ഇഞ്ചാണ് കിട്ടിയത്. ആ 9 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 8 ഇഞ്ച് നമ്മൾ ആ ലൈനിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ആം റൗണ്ട് നിങ്ങൾ എടുത്തതിന് ശേഷം, അളന്നെടുത്തതിന് ശേഷം അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് വേണം നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ആ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും നീക്കി ഇടത്തേക്ക് നീക്കി ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ 3.5 ഇഞ്ചിൽ നിന്നും സ്ലീവിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത് അവിടേക്ക് ആ മടക്ക് വശത്തേക്ക് നമ്മൾ ഇതുപോലെ ഒരു ചരിച്ചൊരു ലൈൻ വരച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ബോഡി പാർട്ടിൽ എത്രയാണോ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ബോഡി പാർട്ടിൽ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ബാലൻസ് എത്രയാണ് അവിടെ വരുന്നതെന്ന് നോക്കണം. 8 ഇഞ്ചാണ് എനിക്കിവിടെ വരുന്നത്. അതിന്റെ പകുതി 4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ആ ഫോൾഡ് വശത്തു നിന്നും വെളിയിലേക്ക് ഒരു 1/4 ഇഞ്ച് കുഴിച്ച് നമ്മൾ ആ 4 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് അകത്തേക്ക് ഒരു 1/4 ഇഞ്ച് കുഴിച്ച് പിന്നീട് ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് കൊണ്ട് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് താഴത്തെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്ലീവിന്റെ ഓപ്പൺ റൗണ്ട് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് നമ്മൾ ആദ്യത്തെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും ഇതുപോലെ ചരിച്ചിങ്ങനെ ആ സ്ലീവിന്റെ ആം റൗണ്ടിന്റെ എൻഡിലേക്ക് വരച്ചു. പിന്നീട് നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, അവിടേക്ക് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആം റൗണ്ട്, ബോഡി പാർട്ടിൽ നിന്നും ആം റൗണ്ട് അളന്നതിന് ശേഷം സ്ലീവ് കട്ട് ചെയ്യുക. അതും ബാക്ക് പാർട്ടിന്റെ ആം റൗണ്ട് ആണ് നമ്മൾ അളന്ന് നോക്കേണ്ടത്. അങ്ങനെ നമ്മളിവിടെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ സെന്റർ ഭാഗത്ത് ഒരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കൊടുക്കണം സ്ലീവിന്റെ. അതിനായിട്ട് സ്ലീവിനെ ഇങ്ങനെ നിവർത്തിയിട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ സെന്റർ ഭാഗത്ത് ഒരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ നോച്ചിന്റെ അവിടെ നിന്ന് 1 ഇഞ്ച് നീക്കി നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ 1 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് പിന്നീട് ആ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് കൊടുത്തേക്കുന്ന പോയിന്റിലേക്ക് കൊണ്ടുവന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്.
ഇതാണ് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തതെന്ന് അറിയാനായിട്ട് നമ്മൾ 2 സ്ലീവും കൂടെ ചേർത്ത് പിടിച്ച് അവിടെ ഒരു നോച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഏതാണ് ഫ്രണ്ട് ഭാഗമെന്ന് അറിയാനായിട്ടാണ് നമ്മളവിടെ നോച്ച് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇത് വെച്ച് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യണം. മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോഴും നമ്മൾ ബോഡി പാർട്ടൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്തിൽ നിന്നുമാണ് നമ്മൾ സ്ലീവിന്റെ ക്ലോത്തും കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ നമ്മൾ ലൈനിങ് ക്ലോത്ത് എങ്ങനെയാണോ മടക്കിയിട്ടത് അതുപോലെ തന്നെ ആദ്യം ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നീട് വീണ്ടും ഒന്നുകൂടെ മടക്കി ഇട്ടെടുക്കുക. നമ്മൾ ലൈനിങ് ക്ലോത്ത് മടക്കി ഇട്ടതുപോലെ തന്നെയാണ് നമ്മൾ മെയിൻ ക്ലോത്ത് മടക്കി ഇട്ടെടുക്കുന്നത്. ഒപ്പത്തിന് ഒരുപോലെ പിടിച്ച് നമ്മളിവിടെ മടക്കി ഇട്ടെടുക്കുവാണ്. നമ്മൾ ബോഡി പാർട്ടെല്ലാം കട്ട് ചെയ്തതിന് ശേഷം മിച്ചം വന്ന ക്ലോത്തിൽ നിന്നുമാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. ഇവിടെ ഈ തുണി ഒരു ത്രെഡ് വർക്ക് വരുന്ന ഒരു തുണിയാണ് എങ്കിൽ എൻഡ് ഭാഗത്തായിട്ട് ആ വർക്ക് വരുന്നില്ല. അതുകൊണ്ട് ആ എൻഡ് ഭാഗം ഇട്ടതിന് ശേഷമാണ് ഞാൻ സ്ലീവിനായിട്ട് കട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മളിവിടെ തുണിയെല്ലാം നിവർത്തി ഒപ്പത്തിനൊന്ന് ഒരുപോലെ മടക്കിയിട്ടെടുക്കുവാണ്. 2 സ്ലീവിനുള്ള ക്ലോത്ത് നമ്മളിവിടെ മടക്കിയിട്ട് ഇവിടെ ഫോൾഡ് വശമാണ്, ഇവിടെ ഓപ്പൺ സൈഡാണ് വരുന്നത്. 2 ഓപ്പൺ സൈഡും ഒരു ഫോൾഡ് വശമാണ് വരുന്നത്. തുണി നമ്മൾ 4ആയിട്ട് മടക്കി ഇട്ടേക്കുവാണ്. 2 സ്ലീവിനുള്ള തുണി ഇവിടെ മടക്കി ഇട്ടേക്കുവാണ്. ലൈനിങ് ക്ലോത്ത് മടക്കി ഇട്ടതുപോലെ തന്നെയാണ് നമ്മളിവിടെ മെയിൻ ക്ലോത്തും മടക്കി ഇട്ടേക്കുന്നത്. മെയിൻ ക്ലോത്തിൽ ചുളിവൊന്നുമില്ലെന്ന് നമ്മൾ ഇതുപോലെ കൈകൊണ്ട് തേച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് ക്ലോത്ത് ഇതിന്റെ പുറത്തേക്ക് വെച്ച് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നത്. ലൈനിങ് ക്ലോത്ത് നമ്മൾ ഒരുപോലെ മടക്കി ഇട്ടതിന് ശേഷമാണ് വെച്ച് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ ലൈനിങ് ക്ലോത്ത് ഒന്ന് നിവർത്തിയതിന് ശേഷം ഒപ്പത്തിന് ഒരുപോലെ ഒന്ന് മടക്കിയിട്ട് എടുക്കുവാണ്. ലൈനിങ് ക്ലോത്തിന്റെ ഫോൾഡ് വശവും മെയിൻ ക്ലോത്തിന്റെ ഫോൾഡ് വശവും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എങ്കിൽ സൈഡിൽ കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ നിൽക്കുന്ന രീതിയിൽ വേണം മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ള ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ലൈനിങ് ക്ലോത്ത് ഇവിടെ കറക്റ്റ് അളവിലാണ് കട്ട് ചെയ്തേക്കുന്നത്. അതേ അളവിൽ തന്നെ കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ മെയിൻ ക്ലോത്തിൽ കുറവുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ മെയിൻ ക്ലോത്ത് ലൈനിങ് ക്ലോത്ത് വെച്ച് ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ കുറച്ച് നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ബാലൻസ് ഉള്ള പീസ് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ ഞാനിവിടെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ മെയിൻ ക്ലോത്തിൽ ആം ഹോളൊന്നും കുഴിച്ച് കട്ട് ചെയ്യുന്നില്ല. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്ട്രാ ഉള്ള തുണി കട്ട് ചെയ്ത് നമ്മൾ ലൈനിങ് ക്ലോത്തിൻ്റെ അതേ അളവിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ലൈനിങ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ലൈനിങ് ക്ലോത്ത് സ്ലീവിന് കട്ട് ചെയ്ത ലൈനിങ് ക്ലോത്ത് ഒരെണ്ണം മാറ്റിയതിന് ശേഷം ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മെയിൻ ക്ലോത്ത് വെച്ച് കൊടുക്കണം. അതിലും മെയിൻ ക്ലോത്തിന്റെ ഒരു പീസ് എടുത്ത് മാറ്റി ഒരെണ്ണം ഞാൻ ഈ ലൈനിങ് ക്ലോത്തിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുവാണ്. ലൈനിങ് ക്ലോത്തിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ലൈനിങ് ക്ലോത്തിനോട് ചേർന്ന് നിൽക്കേണ്ടത് നല്ല വശമാണ്. എന്നാൽ മുകളിലേക്ക് ചീത്ത വശം വരുന്ന രീതിയിൽ, ഇപ്പം നല്ല വശമാണ് ഇത് ലൈനിങ് ക്ലോത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുവാണ്. കണ്ടില്ലേ, നല്ല വശം ലൈനിങ് ക്ലോത്തിനോട് ചേർന്നാണ് വരുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ വെച്ച് ഒപ്പത്തിനാക്കി ബോട്ടം ഭാഗമാണ്, താഴെ സ്ലീവിന്റെ എൻഡ് ഭാഗമാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. 1/2 ഇഞ്ച് വീതിയിൽ ഒരുപോലെ ആക്കി വെച്ചതിന് ശേഷം മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും ഒപ്പത്തിനാക്കി വെച്ചതിന് ശേഷം 1/2 ഇഞ്ച് വീതിയിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് ഇവിടെ ആദ്യം ചെയ്യുന്നത്. അതാണ് നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് നമ്മൾ സ്ലീവിന്റെ കൂടെ 1 ഇഞ്ചേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. കാരണം എന്ന് പറയുന്നത് ഇതുപോലെ 1/2 ഇഞ്ച് താഴ്വശം സ്റ്റിച്ച് ചെയ്യാനും പിന്നെ ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് 1/2 ഇഞ്ച്, അതാണ് നമ്മൾ 1 ഇഞ്ച് കൊടുക്കുന്നത്. എന്നാൽ നോർമൽ ലൈനിങ് ഇല്ലാത്ത സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ 1.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാൻ 1 ഇഞ്ച്. ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ ഈ തയ്യൽ തുമ്പ് ഇങ്ങോട്ടിരിക്കുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമ്മുടെ ലൈനിങ് ക്ലോത്ത് നിവർത്തിയിട്ട് ആ ലൈനിങ് ക്ലോത്തിന്റെ മുകളിലൂടെ നമുക്ക് ആ തയ്യൽ തുമ്പ് പതിച്ചു വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ലൈനിങ് ക്ലോത്തിന്റെ സൈഡിലേക്കാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇതുപോലെ വെച്ച് പതിച്ചു വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക് സ്റ്റിച്ച് വരരുത്, ലൈനിങ് ക്ലോത്തിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ഇട്ടെടുക്കുന്നത്. അങ്ങനെ നമ്മൾ സ്ലീവിന്റെ എൻഡ് ഭാഗം
സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിങ് ക്ലോത്തിനെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയതിന് ശേഷം സ്ലീവിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കണം. ഇപ്പം കണ്ടില്ലേ, ഇവിടെ എല്ലാം നമ്മളൊന്ന് കറക്റ്റാക്കി വെച്ച് കൊടുക്കണം. ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ലൈനിങ് ക്ലോത്ത് നല്ല രീതിയിൽ ഉള്ളിലേക്ക് മടങ്ങിയിരിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇതുപോലെ കൈകൊണ്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം സ്ലീവിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കണം. അങ്ങനെ നമ്മളിവിടെ മെയിൻ ക്ലോത്തിൻ്റെ സൈഡിലൂടെ ലൈനിങ് ക്ലോത്തിനെ ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം സ്ലീവിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ സൈഡിലൂടെ ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് നമ്മൾ ലൈനിങ് ക്ലോത്ത് ഒന്ന് ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തേച്ച് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ സൈഡിലൂടെയാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ എൻഡ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇനി 1/4 ഇഞ്ച് നീക്കി ഒരു സ്റ്റിച്ചും കൂടി ഇട്ടെടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കൂടെ ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ലൈനിങ് ക്ലോത്തിൻ്റെ 3 സൈഡ് നമുക്ക് മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കൂടെ ഒന്നിച്ച് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ കൈ കൊണ്ട് എല്ലായിടും ഒരുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം കണ്ടില്ലേ, ഇവിടെ നമ്മളൊരു സൈഡിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് പിന്നീട് ആം റൗണ്ടിൻ്റെ അവിടെ കൂടെ സ്റ്റിച്ച് ഇട്ടെടുക്കാൻ പോകണം. നമ്മൾ സൂചി കുത്തി നിർത്തിയതിന് ശേഷം ആ സൈഡിലേക്ക് തുണി തിരിച്ചു വെച്ച് നമ്മൾ കൈ കൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് തേച്ച് കൊടുക്കണം, ചുളിവൊന്നും ഇല്ലാതെ ഇരിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിലൂടെയാണ് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ഇട്ടെടുക്കുവാണ്. അങ്ങനെ നമ്മുടെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കൂടെ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അങ്ങനെ ഇവിടെ നമ്മൾ മൂന്നാമത്തെ 2 സൈഡ് സ്റ്റിച്ച് ചെയ്ത് ഇനി മൂന്നാമത്തെ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ എക്സ്ട്രാ നിൽക്കുന്ന മെയിൻ ക്ലോത്തിൽ എക്സ്ട്രാ നിൽക്കുന്ന പീസെല്ലാം കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ എക്സ്ട്രാ ഇട്ട് കട്ട് ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത്, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് മെയിൻ ക്ലോത്ത് എക്സ്ട്രാ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയും. കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ നമ്മൾ 3 സൈഡും സ്ലീവിൻ്റെ എൻഡ് ഭാഗമെല്ലാം നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മെയിൻ ക്ലോത്ത് കുറച്ച് എക്സ്ട്രാ നിൽപ്പുണ്ട്, അതെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. 3 സൈഡിലും എക്സ്ട്രാ നിൽക്കുന്നത് കട്ട് ചെയ്ത് മാറ്റുവാണ്. സ്ലീവിൻ്റെ എൻഡ് ഭാഗമെല്ലാം നമ്മൾ മടക്കി വെച്ചെല്ലാം ലൈനിങ് ക്ലോത്ത് ഉള്ളിലേക്ക് ആക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കൂടെ ചേർത്ത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ 3 സൈഡ്, അവിടെ മെയിൻ ക്ലോത്താണ് എക്സ്ട്രാ നിൽക്കുന്നത്. കാരണം നമ്മൾ ലൈനിങ് ക്ലോത്ത് കറക്റ്റ് അളവിലാണ് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾ മെയിൻ ക്ലോത്താണ് കുറച്ച് എക്സ്ട്രാ ആയിട്ട്, ലൈനിങ് ക്ലോത്തിനെക്കാട്ടിലും കുറച്ച് എക്സ്ട്രാ ആയിട്ട് കട്ട് ചെയ്ത് എടുത്തത്. അതുകൊണ്ട് നമ്മൾ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ എക്സ്ട്രാ നിൽക്കുന്ന മെയിൻ ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് ലൈനിങ് ക്ലോത്തിൻ്റെ അതേ വലിപ്പത്തിൽ അതേ അളവിൽ നമ്മൾ ആക്കിയെടുക്കുവാണ്. അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് ബോഡി പാർട്ടിലേക്ക് നോർമൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കൂട്ട് തന്നെ സെൻറ്റർ ഭാഗത്ത് നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ നോർമൽ സ്ലീവ് ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഇതുണ്ടല്ലോ, അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇവിടെ 2 സ്ലീവ് ഞാൻ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കൂടെ എല്ലാം അറ്റാച്ച് ചെയ്ത് വളരെ ഫിനിഷിങ്ങോടുകൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്തെടുത്താൽ മതി. നമ്മളിവിടെ ലൈനിങ് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. കാരണം താഴ്വശത്ത് 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാനും ബോഡി പാർട്ടുമായിട്ട് 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാനും. എന്നാൽ സാധാരണ ലൈനിങ് ഇല്ലാത്ത സ്ലീവിന് നമ്മൾ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. 1 ഇഞ്ച് താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനും ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് 1/2 ഇഞ്ചും. നോർമൽ സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.